ഫുൾ സെലക്ട് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, എന്നിട്ട് പേസ്റ്റ്, കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, പേസ്റ്റ്. പേസ്റ്റിൽ അലൈൻ ടു സെലക്റ്റഡ് ലെവൽസ്, align to selected levels. ഇപ്പോൾ ലെവൽ എന്ന് വെച്ചാൽ 2 ലെവൽസ് ഉള്ളോ, നമ്മൾ ആഡ് ചെയ്യാത്ത കാരണം കണ്ടോ ഇവിടെ 2 ലെവൽസ് ഉള്ളോ. പക്ഷെ കൂടുതൽ ലെവൽസ് ഉണ്ട്, നമ്മൾ ഫുൾ ആക്കില്ല. അപ്പോൾ ഫുൾ ലെവൽ വരും. അപ്പോൾ ഫുൾ ലെവൽ സെലക്ട് ചെയ്യാം. അപ്പോൾ 6th ഫ്ലോർ വരെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഏതൊക്കെ ലെവലിലാക്കണം അതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. സെറ്റായി. ഇനി നമ്മൾ 3Dയിൽ നോക്കണം. കണ്ടോ ഇങ്ങനെ വരും. ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലെവൽസ് കൂടുതലുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഫുൾ ഫ്ലോറിലും സെയിം സെറ്റാവും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മെക്കാനിക്കലിലല്ലേ ഇപ്പോൾ ചെയ്യണത്. കൂടാതെ ഇനി വരുന്നത്, ഇനിയുള്ള കണക്ഷൻസ് ഒക്കെ വരുന്നത് 6th റൂഫ് എന്ന് വെച്ചാൽ റൂഫ് ടോപ്പിലാണ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ റിട്ടേണും അങ്ങനെ 2 ഇത് വന്ന് നിൽക്കുന്നു. റിട്ടേൺ സപ്ലൈയും ഞാനിപ്പോൾ കാണിച്ചില്ല ഡ്രോയിങ്ങിൽ റിട്ടേണും. അതാണ് അവിടെ വരുന്നത്. ഇങ്ങനെ വരും കണ്ടോ. ഇങ്ങനെ 2 ഇത് മുകളിലേക്കായിട്ട് നിൽക്കുന്നുണ്ടാവും കണ്ടോ. അതാണ് റൂഫ് ടോപ്പിലേക്ക് കൊടുക്കുന്നത് 6th റൂഫിൽ കേട്ടോ. ഇനി 6th റൂഫിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഈ ഒരു ഇത് മെക്കാനിക്കൽ എക്യുപ്മെന്റിൽ ഇവിടെ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്നല്ലേ നമ്മൾ VAB എടുത്തത്. VAB അതുപോലെ തന്നെ ഇവിടെ നിന്ന് AHU ഉണ്ടാവും. AHU അല്ലെങ്കിൽ നമ്മൾ എടുത്തത് ലോഡ് ഫാമിലിയിൽ കേട്ടോ. അപ്പോൾ മെക്കാനിക്കൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ലോഡ് ഫാമിലി. അപ്പോൾ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റിൽ പിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ലോഡ് ഫാമിലി വരും. ഇവിടെ വന്ന് പ്ലേസ് ചെയ്യാം. ഇതാകണ്ട ഹാൻഡിങ് യൂണിറ്റ് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ലോഡ് ഫാമിലി കേട്ടോ. ലോഡ് ഫാമിലിയിൽ നമ്മൾ ഇവിടെ നിന്ന് 2023 ലൈബ്രറീസ് ഇതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണോ. ലൈബ്രറീസ് ലോഡ് ഫാമിലിയാണ്. ഇതിന് എടുക്കാൻ അറിയില്ലേ. ഇവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ റിവിറ്റ് ഫാമിലീസിൽ നിന്ന് നിങ്ങൾ എടുക്കാറുള്ളതല്ലേ അതിൽ നിന്ന്. അടുത്തത് ചില്ലർ. ഇതേപോലെ തന്നെ സെയിം സിസ്റ്റത്തിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റിൽ ലോഡ് ഫാമിലിയിൽ MEP അതിൽ ചില്ലർ വരുന്നത് വാട്ടർ സൈഡ് കമ്പോണൻസ് ആട്ടോ. വാട്ടർ സൈഡ് ചില്ലർ, വാട്ടർ സൈഡ് കമ്പോണൻസ് കേട്ടോ. അപ്പോൾ സിസ്റ്റത്തിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റ് തന്നെ MEPയിൽ തന്നെ MEPയിൽ എയർ സൈഡിലല്ലേ നമ്മൾ എടുത്തത്. ഇനി വാട്ടർ സൈഡ് കമ്പോണൻസ് കേട്ടോ. വാട്ടർ സൈഡ് കമ്പോണൻസിൽ കൂളിംഗ് ടവർ അല്ല ചില്ലേഴ്സ് അതിൽ വാട്ടർ കൂൾഡ് സെലക്ട് ചെയ്യണം കേട്ടോ. ചില്ലറിൽ വാട്ടർ കൂൾഡ്. വാട്ടർ കൂൾഡ് 70 to 105 കേട്ടോ. വാട്ടർ കൂൾഡ് വാട്ടർ കൂൾഡ് ഇത് ആയാലും കുഴപ്പമില്ല. വാട്ടർ കൂൾഡ് ആയിട്ട് ലാസ്റ്റ് കേട്ടോ.
വാട്ടർ കൂൾഡ് 70 to 105 കേട്ടോ. ഓക്കെ, ഇതിലിതേപോലെ തന്നെ സപ്ലൈ. അപ്പോൾ സപ്ലൈ ടു സപ്ലൈ, ഇപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഇനി കണക്ഷൻ വരുന്നത് സപ്ലൈ ടു സപ്ലൈ വരും. ഇതൊന്ന് മാറ്റി വെച്ചോട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് കണക്ഷൻസ് വരുന്നുണ്ടാകും. സൈഡ് കമ്പോണൻസിൽ നമ്മൾ ചില്ലേഴ്സ് എടുത്തില്ലേ, ഇവിടെ അതെ കൂളിംഗ് ടവർ. കൂളിംഗ് ടവർ കൗണ്ടർ ഫ്ലോ ആണ് കേട്ടോ. കൗണ്ടർ ഫ്ലോ കൗണ്ടർ ഫ്ലോ എന്നിട്ട് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ സപ്ലൈ അല്ലേ, സപ്ലൈയിൽ നിന്ന് ഇവിടെ നിന്ന് ഡ്രോ പൈപ്പ് സപ്ലൈ നടത്തി കൊടുക്കാം. ഇവിടെ എവിടേക്കാണ് കണക്ഷൻ അങ്ങനെ എടുക്കണം നോക്കിയിട്ടേ. ഇതാ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു കണക്ഷൻ ഇതാ. ഇത് നോക്കിയിട്ട് പ്ലേസ് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിയിട്ട് സപ്ലൈ എന്ന് തുടങ്ങണം കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പം ഇവിടുന്ന് ചില്ലർ അല്ലേ കേട്ടോ, ചില്ലർ ടു AHU, ചില്ലർ സപ്ലൈ ടു AHU സപ്ലൈ.
ഇവിടെ 2 ഇന്നുണ്ട് കണ്ടോ ഇതില്. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം കേട്ടോ അതിനനുസരിച്ചിട്ടേ. ഇതിൽ ഫൈൻ വരുമ്പോൾ കണ്ടോ ശരിക്കും ആ പൈപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഉണ്ടാവും. പൈപ്പ് കണക്ഷൻ വരുമ്പോൾ ഈ ഒരു ഇതിൽ ഫൈനിലിട്ട് നല്ല ഇതിൽ കാണാൻ പറ്റും. 3D ഫിനിഷില്ല. റൂഫ് ടോപ്പിൽ കണക്ഷൻ ഉണ്ടാവും. കണക്ഷൻ ചെയ്തോളില്ലേ, ഇതുപോലെ ചെയ്തോളില്ലേ കേട്ടോ. ഇവിടെ നിന്ന് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ, ഇന്ന് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഇതിലുള്ള കണക്ഷൻ വരും ഈ ഒരു സപ്ലൈ വാട്ടർ. ഇനി ഇവിടെ നിന്ന് നമുക്ക് വാട്ടർ സപ്ലൈ ഇതൊന്ന് വരച്ച് വെച്ചോട്ടോ. ഇതൊന്ന് വരച്ച് വെച്ചു പുള്ളിൻ്റെ കറിൽ. ഇനി വാട്ടർ സപ്ലൈ ചെയ്യുന്ന ടാങ്കിലേക്കാണ് പോകുന്നത്, എക്സ്പാൻഷൻ ടാങ്ക്. മെക്കാനിക്കൽ എക്യുപ്മെൻറ്റിൽ വാട്ടർ സൈഡ് കമ്പോണൻറ്റിൽ ടാങ്ക്, മെക്കാനിക്കൽ എക്യുപ്മെൻറ്റിൽ ഫ്ലൂയിഡ് ഫാമിലിയിൽ വാട്ടർ സൈഡ് കമ്പോണൻസിൽ ടാങ്ക്സ്, എക്സ്പാൻഷൻ ടാങ്ക്. കോമ്പിനേഷൻ എടുക്കണം കേട്ടോ. ഇതിൽ പല ടൈപ്സ് ഉണ്ട്. അതിൽ കോമ്പിനേഷൻ കണ്ടോ, എക്സ്പാൻഷൻ ടാങ്ക് കോമ്പിനേഷൻ കേട്ടോ. കോമ്പിനേഷൻ ടാങ്കിൽ എക്സ്പാൻഷൻ ടാങ്ക് കോമ്പിനേഷൻ. കോമ്പിനേഷൻ ഇനി ദൂരം ഒന്ന് വരച്ച് വെച്ചേക്കാം. പിന്നെ ടാങ്കിൽ നിന്ന് ഔട്ടിൽ നിന്നും പമ്പ് കണക്ട് ചെയ്യണം. ടാങ്ക് ഔട്ട്
വാട്ടർ സൈഡിൽ അതിൻ്റെ പമ്പ് കേട്ടോ. വാട്ടർ സൈഡിൽ പമ്പ്സ് ബേസ് മൗണ്ടഡ് പമ്പ് കേട്ടോ. പമ്പ് ബേസ് മൗണ്ടഡ് കേട്ടോ. പമ്പ് ബേസ് മൗണ്ടഡ്. ഇതിൽ ഔട്ടിൽ നിന്നും പമ്പിൻ്റെ ബേസ് മൗണ്ടഡ് പമ്പിൻ്റെ ഔട്ടിൽ നിന്നും ടാങ്കിലേക്ക് അപ്പോൾ ഇതെല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ട് കണക്ഷൻ കൊടുത്താൽ മതി. ഔട്ടിൽ നിന്നും പിന്നെ ഇന്നിൽ നിന്നും ഡെല്ലിലേക്കാണ് കേട്ടോ. പമ്പിൻ്റെ ഇന്നിൽ ഇതിൽ നിന്നും അപ്പോൾ പമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് ബേസ് മൗണ്ടഡ് പമ്പ് ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കണം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കണം കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കണക്ഷൻ ഇതിങ്ങനെ ഇന്നില് കണക്ഷൻ ഇല്ലേ ഇന്ന് അത് വെല്ലിലേക്ക് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപയോഗിച്ചിട്ട് ഇവിടെ ടെക്സ്റ്റ് വെച്ചിട്ട് എഴുതിയാൽ മതി. വെല്ലുന്നേ ടെക്സ്റ്റ് വെച്ചിട്ട് എഴുതിയാൽ മതി. ഇത്രയുള്ളൂ.